ഹായ് ഹലോ എല്ലാവർക്കും മഞ്ജുസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഭയങ്കര ചൂടാണല്ലേ. അപ്പം വെള്ളം കൂടി തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. ഇപ്പം അത്രയ്ക്കും ചൂടല്ലേ, ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ദാഹിക്കുമ്പോഴാണല്ലോ കുടിക്കാറുള്ളൂ. അങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ദാഹം തോന്നി. ഞാൻ വെള്ളം കുടിച്ചത്. പിന്നെ നമ്മൾ പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകണം. പയറ്, മുളകും, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് വഴറ്റി അടച്ചങ്ങ് അടുപ്പി വയ്ക്കുന്നു. അപ്പോഴാണ് കടുക് വറുക്കാൻ കറിവേപ്പിലൊന്നും ഒരു ഓടിപ്പോയി. ഞാൻ കറിവേപ്പില എടുത്തോണ്ട് വന്നു. അങ്ങനെ കടുക് പൊട്ടിച്ച് മുഖത്തൂടെയൊക്കെ പൊട്ടിത്തെറിച്ച് കേട്ടോ. അങ്ങനെ പൊട്ടിത്തെറിച്ച കടുക് എടുത്ത് ഞാനങ്ങ് പുളിശ്ശേരിയിലോട്ട് ഒഴിച്ച് കടുക് വറുത്ത് പുളിശ്ശേരി ഉണ്ടാക്കി അങ്ങ് വെച്ചു. മീൻസ് മോര് കറി എന്നൊക്കെ പറയുമല്ലോ. അതിന് അടുത്ത് നമുക്ക് മുരിങ്ങയൊക്കെ തോരൻ വയ്ക്കാം. അങ്ങനെ മുരിങ്ങയൊക്കെ കടുക് വറുത്ത് ചട്ടി തന്നെ മുരിങ്ങയൊക്കെയും ഇട്ട് അത് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് വേവാൻ വെച്ചാൽ അപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഉള്ളി ഇരിക്കത്തില്ലല്ലോ. പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി ഞാൻ സവാള കട്ട് ചെയ്തുകൊണ്ടാണ് അതും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ചു. എന്നിട്ട് എന്തെങ്കിലും നോക്കുമ്പോൾ അവരവിടെ റൂമിൽ അടിക്ക് പറക്കുന്നുണ്ട്. പെട്ടെന്നാണ് മീൻകറിയിൽ ഉലുവപ്പൊടി ഇട്ടില്ലല്ലോ എന്ന് തോന്നി. പിന്നെ ഉലുവ പുറത്ത് പൊടിച്ചതിട്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് തേങ്ങ പീര റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ചാളയുടെ പഴമൊക്കെ പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉച്ചയ്ക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഊണായിരുന്നു. മെഴുക്കുരട്ടിയും പയറും മെഴുക്കുരട്ടിയും മുരിങ്ങക്ക തോരനും മീൻകറിയും ചാള പൊരിച്ചതും അടിപൊളി. അപ്പോൾ ഓക്കെ, ബായ്. ഇന്ന് ഇത്രയേ ഉള്ളൂ.